ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഡോക്ടർ മനോജ് എലിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. DMOയ്ക്കെതിരെ കൈക്കൂലി അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. രാഹുൽ വിജയൻ, പറയൂ. ഈ DMOയ്ക്കെതിരെ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും നടപടികൾ വൈകുകയും ചെയ്തിരുന്നു. മാത്രമല്ല DMOയ്ക്കെതിരെ കൈക്കൂലി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടക്കാനിരിക്കുകയായിരുന്നു. മാത്രമല്ല നാളെ ഈ DMOനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിക്കുകയും ചെയ്തതാണ്. അതിനു മുൻപാണ് ഇത്തരം ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് ജോയിന്റ് സെക്രട്ടറി പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. മാത്രമല്ല ഗവർണർക്ക് ഈ DMOയ്ക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി DMOനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇന്ന് ചെറുതോണിയിൽ ഒരു ഹോട്ടൽ പൂട്ടിക്കുന്ന അല്ലെങ്കിൽ പൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. ആ ഹോട്ടലിനെതിരെ ഇതിനു മുമ്പ് പലതവണ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ ഹോട്ടലിനെതിരെ ഇതുവരെ നടപടി എടുത്തിരുന്നില്ല. തുടർന്ന് സസ്പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പായതിന് പിന്നാലെയാണ് ഈ DMO ഇന്ന് ആ ഹോട്ടലിനെതിരെ നടപടിയെടുത്തത് എന്നുള്ളൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ചില പ്രേക്ഷകർ ചോദിക്കുന്നു നാളെ 3 പേരും കോട്ടിട്ട് ഇറങ്ങുമോ എന്ന് ചോദിക്കുന്നു. ആഷ്മി താജ് ഇബ്രാഹിമും വിജയകുമാറും ഞാനും കോട്ടിട്ട് ഇറങ്ങും. നാളെ രാവിലെ 6 മണി മുതൽ നമ്മുടെ ജമ്മു കാശ്മീർ ആൻഡ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള പ്രത്യേക സംപ്രേഷണം നിങ്ങൾക്ക് കാണാം. വിധി ദിനം നാളെ രാവിലെ 6 മണി മുതൽ തത്സമയം സംപ്രേഷണം ചെയ്യുകയാണ്. കാശ്മീരിൽ നിന്നും അതേപോലെ ഹരിയാനയിൽ നിന്നും നേരിട്ടുള്ള ലൈവ് ഉൾപ്പെടെ ഏറ്റവും വേഗത്തിൽ അറിയാനുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും പ്രേക്ഷകരിൽ എത്തിക്കുക. അവ സമഗ്ര കവറേജാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.